നമസ്കാരം, രുചികടലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു റെസിപ്പി ആയിട്ടാണ്. ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ നാട്ടിൽ മിക്കവാറും വീടുകളിൽ ചക്ക വെച്ചിട്ടുള്ള വിഭവങ്ങളുടെ ഒരു കളി തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ചക്കക്കുരു മാത്രമല്ല, സൈഡിൽ കാണുന്നുണ്ടല്ലോ കോവയ്ക്ക. അപ്പോൾ ചക്കക്കുരുവും കോവയ്ക്കയും കൂടെ ചേർത്ത് ഒരു വിഭവമാണ് ഉണ്ടാക്കുന്ന ഒരു തോരനാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഈ ചക്കക്കുരുവും കോവയ്ക്കയും അല്ലാതെ വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഒരു കപ്പോളം ചക്കക്കുരു ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നീളത്തിലാണ് മുറിച്ചിട്ടുള്ളത്. ചക്കക്കുരു എന്ന് പറയുമ്പോൾ നല്ല ഫൈബർ കണ്ടൻസ് ഒരുപാടുണ്ട്, അതുപോലെ പ്രോട്ടീനും മിനറൽസും ഒക്കെ ഉള്ളതാണ്, അപ്പോൾ നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് കോവയ്ക്കാണ്. കോവയ്ക്കയും നീളത്തിലാണ്, അധികം കട്ടിയൊന്നും കുറച്ചിട്ടല്ല അരിഞ്ഞത്, കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കോവയ്ക്കയും നല്ലതാണ്, ഈ ലോ കലോറിയാണ്, അതുപോലെ തന്നെ ഫാറ്റും വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും ഇത് വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചക്കക്കുരു വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഒരു ഒരു 2 വിസിൽ. അപ്പോൾ ഒന്ന് നല്ലോണം വേവുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചക്കക്കുരുവിന് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി നന്നായി കുക്ക് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതൊന്ന് വെന്തതിന് ശേഷം നമ്മൾ കോവയ്ക്ക കൂടെ ഇട്ടു, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുന്നതിനെ കൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ കോവയ്ക്ക, അതാണ് ഞാൻ പറഞ്ഞത് മുന്നേ. അപ്പോൾ അതിനുശേഷം നമ്മളൊരു അരപ്പ് തയ്യാറാക്കുകയാണ്. ഒന്ന് തേങ്ങ ചതച്ചെടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടി ഒരു കപ്പ്, ഒരു 1/4 മുതൽ 1 കപ്പോളം ചിരകിയ തേങ്ങ എടുത്തു. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഈ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നത്. ഇഞ്ചി നല്ലതാണ് ഈ ചക്കക്കുരുയുടെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് കായം ചേർക്കാം, അതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കോവയ്ക്കയും ചക്കക്കുരുവൊക്കെ വെന്ത് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടായി, അതിലേക്ക് നമ്മൾ നാടൻ വിഭവം ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് താളിക്കുകയാണ്. അടച്ചു വെക്കുക കേട്ടോ, കാരണം ഒരുപാട് അപകടങ്ങൾ ഈ കടുക് പൊട്ടി കണ്ണിലേക്ക് തെറിക്കുക അങ്ങനെ ഒരുപാട് കേൾക്കുന്നതാണ്. അപ്പോൾ അടച്ചു വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ കോവയ്ക്കയും ചക്കക്കുരുവും ചേർത്തു. ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ അതുകൂടെ ചേർത്തു. ആവശ്യത്തിന് കറിവേപ്പില ഇഷ്ടംപോലെ ചേർത്തോളൂ, അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നേ ഇല്ല. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ്, 1.5 മുതൽ 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ആ സംഭവം റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ ഒരു അടിപൊളി തോരനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ തൈരും ഇതും മാത്രം മതി, നല്ല കോമ്പിനേഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ചക്കക്കുരു കഴിക്കുമ്പം ഞാൻ മുന്നേ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ തൈര് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി തോരനാണ്, ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.